നമസ്കാരം. അങ്കത്തട്ട് വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. പോരാളികളും. അങ്കത്തട്ട് പോരാളികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊരു യുദ്ധമാണ് എന്ന് നിങ്ങൾ കരുതി കാണും. ശരിയാണ്, ഇത് യുദ്ധം തന്നെയാണ്. ഈ മരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പ്രകാശത്തിന് നേരെ വളരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ മനുഷ്യരും സ്നേഹത്തിന്റെ നേരെ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ബ്യൂട്ടിമാർ ഗോൾഡ് അമ്മ അമ്മായിയമ്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് റെഡിയായി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയാതെ തന്നെ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരിയമ്മ, മല്ലിക മാം ആൻഡ് ഡോക്ടർ ലതാ ദാസ്. ഉഷിരുള്ള കിടിലൻ പെർഫോമൻസുമായി ഫാമിലി കാർണിവലിൽ എത്തുന്നു മറ്റാരുമല്ല രത്നമ്മ ആൻഡ് മഞ്ജുഷ ഫ്രം കരുനാഗപ്പള്ളി. എന്താണ് ഐറ്റം ഇന്ന്? സ്കിറ്റാണോ? ഇന്ന് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഫാമിലിയിൽ നിന്നും? ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡിന്റെ അമ്മാവന്റെ മോൻ, ഹസ്ബൻഡിന്റെ പെങ്ങള്. ഓക്കെ, ഒരു സമ്പൂർണ്ണ കുടുംബം ഇപ്പോഴാണോ? ഒരു കൊച്ചുമോനും ഉണ്ട്. എന്താ കുഞ്ഞുമോന്റെ പേര്? മാധവിഷ. അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വാഹനങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. മുന്നിൽ തടിച്ചുകൂടി തടസ്സം നിൽക്കുന്ന ഈ ഗ്രാമവാസിന്റെ മുന്നിലൂടെ തൽക്കാലം ഈ ലോറികൾ ഓടിച്ചു കയറ്റണ്ട. ഇത് കേട്ട് നിങ്ങളാരും പ്രകോപിതരാകരുത്. നഗരത്തിൽ നിന്ന് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടൊന്ന് നമ്മുടെ ഗ്രാമത്തിൽ തട്ടാൻ പോവുകയാണ്. അതിനാരും സമ്മതിക്കരുത്. ഞാൻ ഈ നഗരത്തിന്റെ ഭരണാധികാരിയാണെങ്കിൽ കൊണ്ടുവന്ന സാധനം തട്ടേണ്ടടുത്ത് തട്ടിയാൽ തട്ടും. പാണ്ടിലോറി ഓടിക്കുന്നവരുടെ വളയം പിടിക്കാൻ മാത്രമല്ല അറിയാവുന്നത്. ഈ ഇരിക്കുന്നവരുടെ കൈ ചേമ്പുന്നണ്ടല്ല. നിങ്ങൾ അധികം സംസാരിക്കരുത്. സംസാരിക്കുന്നതല്ല നിങ്ങളല്ലേ. ടി.വി. ചാനലിൽ കാണാം പൊട്ടും കുത്തി പട്ടുകൊടുത്ത്. പട്ടെടുക്കുന്നതും പട്ടം മേടിക്കുന്നതും എന്റെ കഴിവാ. അലവലാതി നീ അടി. ഞാൻ പോസ്റ്റ് കയറ്റാടി. ഞാൻ പോസ്റ്റേലും കയറുന്നോളാടി. അത് കണ്ടാലും അറിയാം. മത്തങ്ങിയ തള്ളി കുത്തിക്കോല ഉണക്കക്കമ്പ്. ഇതേ തള്ളേ. 60 കഴിഞ്ഞ ഞാൻ തള്ളയാണോടി? അല്ല, കൊച്ചു ചേച്ചി. ഞാൻ ചേച്ചിയാടി. എന്റെ അനിയത്തിമാരുടെ ചേച്ചി. നീ എന്തോ നടി ഒളിച്ചു പിടിച്ചേക്കുന്നത്? നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാനും കണ്ടെങ്കിൽ ഒരു മുട്ട് കൊടു. നീ കൊടുക്കണേ മുട്ട്. ചൂലേ. നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇങ്ങനെ വഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ? നഗരം ഭരിക്കുന്നവരും ഗ്രാമം ഭരിക്കുന്നവരും. ഒരു നിയമപാലകനായ എനിക്ക് ഒരു ലജ്ജ തോന്നുന്നു. ഈ മാലിന്യം ഈ ഗ്രാമത്തിൽ തട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നഗരത്തിലെ മാലിന്യം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രശ്നമുണ്ട്. പ്രശ്നം പരിഹരിക്കലല്ലേ അങ്ങയുടെ ജോലി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും. വിധി പറയുന്നത് ഞാനാ. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും. അവിടെയും ഞാനാ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? വഴിയുണ്ട്, പറഞ്ഞുതരാം. അതെന്ത് വഴിയാ? ഇങ്ങനെ ഇങ്ങനെ. ആരാ എന്റെ ഈ മിറ്റത്തെ ഈ പ്ലാസ്റ്റിക് കറ്റികളൊക്കെ വലിച്ചെറിഞ്ഞത്? ഞാനല്ലേ. ഓ, നാടും നഗരവും ഭരിക്കുന്ന 2 മഹിളാമണികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കവിയത്തെ, എന്തുവാണ് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ബഹളമൊക്കെ? ഉറങ്ങാനും സമ്മതിക്കത്തില്ലല്ലോടി. ഒരു നാറ്റോ കൊതുകടി. പടച്ച തമ്പുരാനെ, നാറുന്നത് വെറുതെ അല്ല, 2 എണ്ണം ഉണ്ട്. ഇങ്ങോട്ട് വാടാ. നീ ഏതാടാ? ഇക്കാക്കയ്ക്ക് അറിയാൻ പാടില്ല. എപ്പോഴും വെളുത്ത മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് നെഞ്ചും പിരിച്ചോണ്ട് നടക്കുന്ന ആ തഹസിൽദാരിന്റെ മോനാ. തഹസിൽദാറിന്റെ മോനാണോ? ഡാഡിയാണോ എന്റെ തന്നുവിട്ടത്? അത് ശരി. എന്റെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് തട്ടാനാ ഇല്ലടാ. നിന്റെ അപ്പന്റെ അപ്പിയുണ്ടോടാ അതിനകത്ത്? അതും കാണും. വെളുത്ത ചിരിയും വെറുവില്ലാത്ത പ്രവർത്തനം. നല്ല ചുട്ടടിയാ കൊടുക്കേണ്ടത്. ആർക്കാ? ആദ്യേ 10 കൊണ്ട് തല്ലേണ്ടത് നിങ്ങളെയാ. എടുക്കടാ ഇത് 4 എണ്ണം. എടുക്കടാ.
ഇക്ക, ഇവൻ ഈ സാധനമൊക്കെ സ്കൂട്ടറിലാ കൊണ്ടുവന്നത്. സ്കൂട്ടറിലാണോ? സ്റ്റാർട്ടാക്കടാ സ്കൂട്ടർ. എടാ സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ. ഈ പണി നല്ലല്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞാ. എന്നിട്ട് നീ ഞാൻ ഡാഡിക്ക് ഒരു പണി കൊടുക്കും. നീ ഡാഡിക്ക് പണി കൊടുക്കും. ഓരോ സ്കൂട്ടർ. പിന്നെ ഞങ്ങളൊക്കെ ഈ വേസ്റ്റ് എന്ത് ചെയ്യും? നിങ്ങൾ രണ്ട് ശക്തികളെ ആ പറമ്പിലോട്ടൊന്ന് നോക്കി. കേട്ടോ, ആകെ 2.5 സെന്റ് സ്ഥലേ ഞങ്ങൾക്കുള്ളൂ. അതിൽ 1.5 സെന്റും വീട. ബാക്കിയുള്ള സ്ഥലം കണ്ടോ? വാഴ, വഴുതന, ചേമ്പ് നിൽക്കുന്ന കണ്ടോ? അതിനപ്പുറത്ത് നിൽക്കുന്നതാ വെണ്ട. ഇതല്ലാതെ വീട്ടിലുണ്ടാകുന്ന ചീഞ്ഞളിയുന്ന മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ഇട്ട് വളർത്തി ഉണ്ടാക്കിയതാ. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത്? ഇത് നിങ്ങളോട് തന്നെ പറയേണ്ടത്. വെറുതെ സമയം വേസ്റ്റ് ആക്കാൻ. ശരിയാ, നിങ്ങളോടൊക്കെ പറഞ്ഞ സമയം വേസ്റ്റാ. ഈ വേസ്റ്റുകളെക്കാൾ വേസ്റ്റാ നിങ്ങളൊക്കെ. വേസ്റ്റ് ഒരു ആഗോള പ്രശ്നമാണ്. അത് പരിഹരിക്കാനാ ഞങ്ങളുടെ ശ്രമം. പരിഹരിക്കാനല്ല നിങ്ങളുടെ ശ്രമം, അത് വഷളാക്കിയ ശ്രമം. പത്രത്തിലും ടിവിയിലും നിങ്ങളുടെയൊക്കെ മോന്ത കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വേഷം. അനാവശ്യം പറയരുത്. ഞങ്ങൾ ഈ നഗരത്തിന്റെ ഭരണാധികാരിയാണ്. ഞാൻ ഈ ഗ്രാമത്തിന്റെ നഗരത്തിലെ ഭരണാധികാരിയും ഗ്രാമത്തിന്റെ ഭരണാധികാരിയും. ഞങ്ങളാരും ഇതിന്റെ ആരുടെയും ഭരണാധികാരികളല്ല. ഞങ്ങളെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. ജഡ്ജിമാനല്ലയോ? ഇവിടുത്തെ പ്രശ്നം ഒന്ന് തീർത്തിട്ട് പോയാ മതിയേ. ജനം പറയുന്നിടത്താണല്ലോ നിൽക്കേണ്ടത്. എന്താ പ്രശ്നം? പാറമടയിൽ പോലും വേസ്റ്റിടാൻ അനുവാദമില്ല. മാലിന്യ പ്ലാന്റുകളിലേക്ക് ലോറികൾ കടത്തിവിടുന്നില്ല. ഈ മാറ്റവും രോഗവും സഹിച്ച് എങ്ങനെ ജീവിക്കും ഇവിടെ? ശരിയാ, നമുക്ക് മനുഷ്യനായി മാലിന്യമില്ലാതെ കുറച്ചുനാളെ ജീവിക്കണം. പിന്നെ അനവധി മാലിന്യ പ്ലാന്റുകൾ ഉണ്ടാകണം. ജഡ്ജിമാനെ, നമ്മൾ മനുഷ്യരെല്ലാം ഓരോ മാലിന്യ പ്ലാന്റുകളാ. വീട്ടിലുണ്ടാകുന്ന ചെയ്യുന്ന സാധനങ്ങൾ, അരിയും ചോറും ഒക്കെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഇട്ട് വളർത്താം. കത്തിക്കാവുന്നതെല്ലാം കത്തിച്ച് ചാരമാക്കാം, ജൈവവളമാക്കാം. വീട്ടിലുണ്ടാകുന്ന പഴഞ്ചോറുവേ, നീന്റെ തലയുമൊക്കെ പണ്ട് പട്ടിക്ക് എറിഞ്ഞു കൊടുത്ത പോലെ, കാക്കയ്ക്ക് എറിഞ്ഞു കൊടുത്ത പോലെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കട്ടെ. അവയെല്ലാം കൊത്തുവലിക്കട്ടെ. കെട്ടി വലിച്ചുകൊണ്ട് എല്ലാം കൂടെ നന്നാക്കിലാക്കി പ്ലാസ്റ്റിക് കവർ നാട്ടിലോട്ട് എറിയാതിരിക്കട്ടെ. ഇപ്പൊ പ്ലാസ്റ്റിക് കവറൊന്നും എറിഞ്ഞു കളയണ്ട. അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചാലേ അത് വിലക്കെടുക്കാൻ ആളുകളുണ്ട്. റീസൈക്കിൾ ചെയ്ത് താറിങ്ങാക്ക. അപ്പൊ ഫ്ലാറ്റ് ജീവിക്കുന്നത് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം നിങ്ങൾ ബയോഗ്യാസ്. ബയോഗ്യാസ് ഇപ്പൊ എറണാകുളത്ത് വന്നു പറയുന്നത് 4-5 വീട്ടിലുള്ള അമ്മമാരെല്ലാം കൂടെ ചേർന്നാൽ ഒരു വീട്ടിലെ അമ്മ ഒരു ബക്കറ്റുമായിട്ട് രാവിലെ ആ വീട്ടിൽ ചെല്ലണം. ഓരോ വീട്ടിൽ നിന്നും വേസ്റ്റുകൾ, ഇഡ്ഡലിയും ചോറും പഴവും എല്ലാം എടുത്തോണ്ട് വന്നിട്ട് ഒരു ഡബയ്ക്കകത്തിട്ട് അതിനകത്തുനിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കിയാൽ ഒരു കുടുംബത്തിന്റെ ആഹാരം പാചകം ചെയ്യുകയും ചെയ്യാം, വിളക്ക് കത്തിക്കുകയും ചെയ്യാം. മണ്ണിര വളം. മണ്ണിര വളമാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ഫ്ലാറ്റുകളിൽ പോലും കവറുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാം. അങ്ങനെ കുറെ മാലിന്യം നമുക്ക് ചെയ്യാം. കണ്ടല്ലേ? വണ്ടി പഠിച്ചോ. എന്താടാ മറ്റേ പണി ചെയ്യത്തില്ല. മറ്റേ പണി ചെയ്തില്ല. എന്തോ ഇത് വേസ്റ്റ് ആടിയുടെ മുഖത്ത് തന്നെയാണ്. ഈ ജഡ്ജ്മെന്റ് ഇച്ചിരി കടുപ്പമായി. പടച്ചതമ്പുരാനെ, ഒരു മേയർ വിചാരിച്ചാലോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലോ നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ ഒന്നും നീക്കം ചെയ്യാൻ ഒക്കത്തില്ല. വേസ്റ്റുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ നമ്മുടെ ഉറവിടത്തിൽ തന്നെ നമ്മൾ സംസ്കരിക്കാൻ ശീലിക്കണം. വേസ്റ്റുകൾ ഉറവിടത്തിൽ സ്വീകരിക്കുക, ഉറവിടത്തിൽ സംസ്കരിക്കുക. ഓരോ മനുഷ്യരും അവരുടെ രാജ്യത്തിന്റെയോ അവർ വസിക്കുന്ന സ്ഥലത്തിന്റെയോ ഒന്നും ഭരണാധികാരികളല്ല. ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ തന്നെ ഭരണാധികാരികളാണ് എന്ന വലിയ സന്ദേശം നമുക്ക് പകർന്നു നൽകിയ രത്നമ്മ ചേച്ചിക്കും മഞ്ജുഷയ്ക്കും കൊടുക്കാം വലിയൊരു കയ്യടി. അത് മാത്രമല്ല, മാലിന്യം ആരാണോ ഉണ്ടാക്കുന്നത് അവർ തന്നെ അവരവരുടെ പറമ്പിൽ തന്നെ സംസ്കരിക്കണം എന്ന ഒരു വലിയ കാര്യം കൂടി അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ആരാണ് ഈ സ്കിറ്റ് പ്ലാൻ ചെയ്തത്? ആരാണ് ഇത് എഴുതിയത്? എന്റെ ഹസ്ബൻഡ്.
നമസ്തേ. വരൂ. വളരെ നന്നായിരുന്നു അങ്കിൾ, വളരെ മനോഹരമായിരുന്നു. എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഓക്കെ. 50-ൽ പരം പ്രൊഫഷണൽ നാടകം എഴുതിയിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. ഒരു 3000-ത്തിലധികം തെരുവ് നാടകങ്ങൾ സോങ് ആൻഡ് ഡ്രാമയ്ക്കും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കും NRHM-നും സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഗവൺമെന്റിന്റെ ഒറ്റയാൾ നാടകം, ഒരാൾ മാത്രമുള്ള ഒരു നാടകം കേരളത്തിലെ ഗവൺമെന്റ് അംഗീകരിച്ച് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് സെറ്റും ഡ്രൈവ് ചെയ്ത് പോയി മൈക്ക് സെറ്റ് സെറ്റ് ചെയ്ത് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്ത് ആദ്യമായിട്ട് ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കാണും. ഈ അമ്മ അമ്മായിയമ്മ എന്ന പ്രോഗ്രാമിനും നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് ശ്രീ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരെയും ഒരു വലിയ നമസ്കാരം. ഓക്കെ, നമുക്കപ്പോ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. സുകുമാരിയമ്മ. വളരെ നന്നായിരുന്നു. താങ്ക് യു. അതായത് നമ്മൾ ഇത്രയും ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ അഭിനയിച്ച് കാണിച്ചത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. അഭിനയിച്ചത് നന്നായെന്ന് പറയാൻ വെച്ചാൽ പലരും നാടകത്തിൽ അഭിനയിക്കുന്നവരാണ്. അമ്മയും അതെ, വളരെ നന്നായിട്ട്. മരുമകള് എല്ലാവരും വളരെ. അത് മാത്രമല്ല, എല്ലാവർക്കും ഒരു എന്തോ പറയാൻ, അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. സത്യത്തിൽ അതിനെ വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് പലർക്കും അത് അറിയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ നാടകത്തിന്റെ ഒരു രൂപത്തിൽ അത് പറഞ്ഞു കൊടുത്തത് വളരെ നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് ഡയലോഗ് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. വളരെ നന്നായിരുന്നു. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. എനിക്ക് സുകുമാരി ചേച്ചി പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ മാലിന്യ സംസ്കരണത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ധാരാളം നടക്കുന്നുണ്ട് ഇപ്പൊ നാട്ടില്. അത് ശരിയായ രീതിയിലല്ല എന്നും പറഞ്ഞ് ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരുപാട് നടക്കുന്നു, അല്ലേ? ഏതായാലും ഈ ഒരു സമയത്ത് ഒരു സമകാലീന പ്രശ്നമെടുത്ത് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചതിന് ആദ്യം കൃഷ്ണൻകുട്ടി സാറിന് എന്റെ ഒരു പ്രത്യേക അഭിനന്ദനം. പിന്നെ അമ്മണി ചേച്ചി അസ്സലായിരുന്നു. അറിയാം, ഒരു നാടക നടിയാണെന്ന് പറയാതെ തന്നെ മനസ്സിലായി. കാരണം ആ ഒരു കയ്യിൽ നിന്നിടുന്ന ഒരു ചിരിയും ഒരു എക്സ്ട്രാ സംഭവങ്ങളും നമുക്കറിയാം. ഏതാണ് സ്ക്രിപ്റ്റിലുള്ളത്, ഏതാണ് ഒരു ഇംപ്രവൈസ് ചെയ്യുന്നതെന്നുള്ളത് ഒരുവിധം നമ്മൾ കുറെ കാലം കൊണ്ട് അഭിനയിക്കുന്നുണ്ട്, നമുക്കറിയാൻ പറ്റും. അത് വളരെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു. പിന്നെ എടുത്തു പറയാൻ കാര്യം വളരെ നാച്ചുറലായിരുന്നു. അമ്മണി ചേച്ചിയുടെ അഭിനയം നന്നായിരുന്നു. എല്ലാവരും ഓഫ്കോഴ്സ്. പിന്നെ അമ്മായിയമ്മയും മരുമോളും പിന്നെ അവരുടെ ചുമതലയാണത് പഠിച്ച് അഭിനയിക്കുക എന്നുള്ളത്. പക്ഷെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടാവുമ്പോഴാണ് ഒരു പെർഫോമൻസ് മൊത്തത്തിലൊന്ന് നന്നാവുക. നല്ല ഒരു മെസ്സേജ് ഉള്ള ഒരു സാധനം കണ്ടുപിടിച്ചു, അതൊരു സ്കിറ്റാക്കി നന്നായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തു. ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഭിനയിക്കുമ്പോൾ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. കൺഗ്രാജുലേഷൻ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യം എനിക്ക് അതിശയമായിരുന്നു ഇത്രയും നന്നായിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന്. പിന്നീട് അറിഞ്ഞത് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്. കൊള്ളാമായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ നന്നായിട്ട് അഭിനയിച്ചു. അമ്മിണിയമ്മ നന്നായിരുന്നു. മൊത്തത്തിലൊരു നല്ല സുഖമുള്ള ഒരു സ്കിറ്റായിരുന്നു. നന്നായിട്ട് നിങ്ങൾ നല്ല പ്രസന്റ് ചെയ്തതും ആ സമകാലീന പ്രശ്നം തന്നെയായിരുന്നു. അതെല്ലാം കൊണ്ട് നല്ലതായിരുന്നു. വളരെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. നമുക്കിനിയും സ്കോർ അറിയേണ്ടതുണ്ട്. സുകുമാരിയമ്മ, ഇവർക്ക് നമ്മൾ എത്ര മാർക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചതിന്? 35 out of 40. 35 marks. Very good. മല്ലിക മാം. സമകാലീന പ്രസക്തിയുള്ള ഒരു വിഷയം അവതരിപ്പിച്ചതിന് ഒരു പ്രത്യേക അഭിനന്ദനം. കൃഷ്ണൻകുട്ടി സാറിന് അതിന്റേതായ ഒരു ക്രെഡിറ്റ് കൊടുക്കണം. 36 out of 40. 36 marks. And Lata ma'am? 16 out of 20. Thank you ma'am. Total score 187 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ടീമിന്റെ പ്രൊഫഷണലിസം ഉള്ള കുറെ പെർഫോമൻസ് നമുക്ക് ഇനിയും കാണാം എന്ന് പ്രതീക്ഷിക്കാം. നന്ദി. ആക്ഷേപഹാസ്യത്തിന്റെ മേൻപൊടി ചേർത്ത് നമ്മളെയൊക്കെ കുറച്ചധികം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ആ മനോഹരമായ ഫാമിലി കാർണിവൽ റൗണ്ടിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന കുറച്ച് രഹസ്യങ്ങളുമായി, ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുമായി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. അത് മറ്റാരുമല്ല, ശാന്തി ആലൻ.
അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മച്ചിയെ കരയിപ്പിക്കുമോ അതോ? ഇല്ലില്ല, അമ്മച്ചി കരയിക്കില്ല. അമ്മച്ചി കരയിക്കില്ല? കരയിക്കില്ല, പക്ഷെ ഞാൻ കരയുമെന്ന് തോന്നുന്നു. ആണോ? അമ്മമാരെ കരയിപ്പിക്കാൻ ആർക്കാണ് പറ്റുക അല്ലെ? അതെ അതെ അതെ. എന്തായാലും നമ്മള് കൂടുതൽ സംസാരിച്ചതിന്റെ ഭംഗി കളയണ്ട, നേരെ നമുക്ക് മല്ലിക മാമിലേക്ക് പോവാം. മാം. ശാന്തി അലൻ. ഹായ് മാം. ശാന്തിയുടെ കത്ത് ഇവിടെ ഉണ്ട്. ഞാൻ അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഈ കത്ത് പൊട്ടിച്ചു വായിക്കാമല്ലോ അല്ലേ? വായിക്കാം വായിക്കാം. ഓക്കെ. കത്ത് അമ്മച്ചിക്കല്ല, സ്നേഹം നിറഞ്ഞ മല്ലികാന്റിക്കാണ്. 12 വർഷത്തെ വിവാഹ ജീവിതത്തിൽ എന്റെ അമ്മായിയമ്മയോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയേണ്ടത്. ഇങ്ങനൊരു കത്ത് എഴുതാൻ പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിക്കുന്നത് എന്ത് രഹസ്യമായി എഴുതേണ്ടതെന്നാണ്. അമ്മച്ചി 10 വർഷമായി ഇളയ മരുമകളുടെ കൂടെ ആണെങ്കിലും ഒരു രഹസ്യവും ഞാൻ അമ്മച്ചിയോട് പറയാണ്ടിരുന്നിട്ടില്ല. നല്ല ഭർത്താവ്, നല്ല അമ്മച്ചി, അതിലും നല്ല അപ്പച്ചൻ. ഇനി അമ്മച്ചിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ പരാതിയാണ്. എന്റെ 2 കുട്ടികൾക്കും അമ്മാമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്റെ സംഗീത ക്ലാസുകളുടെ സൗകര്യത്തിനായാണ് ഞങ്ങൾ മാറി താമസിക്കുന്നത്. ഈ 10 വർഷമായിട്ടും മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പോലുമോ അമ്മച്ചി ഞങ്ങളോടൊപ്പം വന്ന് താമസിച്ചിട്ടില്ല. പല പ്രാവശ്യം ഞാനും എന്റെ കുട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, വരില്ല. കാരണം പറയുന്നത് ഇളയ മകൻ ഗൾഫിലായത് കാരണം 2ാമത്തെ മരുമകളും മക്കളും തനിച്ചാവും എന്നാണ്. എന്നാൽ അവൻ ലീവിന് വന്നാൽ പോലും അമ്മച്ചി വരില്ല. ഇതൊക്കെ പറഞ്ഞാലും ഞാനെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ജീവനാണ്. ഇത് പലപ്പോഴായി അമ്മച്ചിയുടെ തന്നെ സഹോദരങ്ങൾ പറഞ്ഞ് ഞാൻ അറിയുന്നുമുണ്ട്. എനിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഞാനാണ് മുന്നിൽ. പാവം അമ്മച്ചി. ഇങ്ങനൊരു അമ്മച്ചിയെ കിട്ടിയത് എന്റെ മുജ്ജന്മ ഭാഗ്യമായി ഞാൻ കരുതുന്നു. 2 ആൺമക്കളുള്ള അമ്മമാരുടെ മനസ്സിൽ മരുമക്കളായി കടന്നു വരുന്നവരെ പറ്റി വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ആ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും വരുത്താതെ ഞങ്ങൾ 2 മരുമക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ വിഷമിപ്പിച്ചാൽ, കരയിച്ചാൽ നമ്മുടെ മക്കളും നമ്മളെ കരയിപ്പിക്കും എന്നൊരു പേടി എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് മല്ലികാന്റി എന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിഷമങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് വാക്ക് തരുന്നു എന്ന് സ്വന്തം ശാന്തി. എനിക്ക് പെട്ടെന്ന് വായിച്ചപ്പോൾ എന്റെ തന്നെ ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തമാശ പോലെ തോന്നി. ഇന്ദ്രനും പൂർണ്ണിമയും പറയാറുണ്ട്, പൃഥ്വിരാജിന്റെ കല്യാണം കഴിയുന്നിടം വരെ അവർ പറയും, അമ്മ എന്താ എപ്പോ വന്നാലും ഇപ്പൊ അവന്റെ കൂടെ പോയി നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അവനൊരു പെണ്ണ് കിട്ടുമ്പോൾ പിന്നെ പപ്പാത് 2ഇടത്തുമായിട്ടൊക്കെ നിൽക്കാം, കാരണം ഇപ്പൊ അവന്റെ കാര്യം നോക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ അന്ന് ഇതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ. പൂർണ്ണിമ പറയും, അമ്മയെ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കണേ അമ്മയെ, പ്രാർത്ഥനയ്ക്ക് നക്ഷത്രയ്ക്ക് വലിയ ഇതാണ് അമ്മുമ്മ വരുന്നതെന്നൊക്കെ. ഏതായാലും പൃഥ്വിരാജ് കെട്ടിയതോടുകൂടി ഇപ്പൊ കൂടുതൽ സമയം ഞാൻ കൊച്ചുമക്കളുടെ എടുത്താൽ ഇനിയും മറ്റവർക്ക് കുടുംബമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചപ്പോ ഈ പരാതി എല്ലാ മരുമക്കൾക്കും ഉള്ളതാണ്. അത് അമ്മമാര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സ്വാഭാവികം. അമ്മ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഇപ്പൊ ഇവിടെ മകൻ വെളിയിലായതുകൊണ്ട് മരുമകളുടെ ഒപ്പം. എനിക്കതല്ല, അന്ന് ഇളയ മകന്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല, അവന്റെ അനിയാണ്. സിനിമയിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും പാവം, എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കടമയല്ലേ അവൻ എന്തെങ്കിലും ഒരു സഹായിക്കാൻ. നല്ല കത്ത്. ഒരു വളരെ ചെറിയ അമ്മച്ചി അവരുടെ കൂടെ ചെന്ന് താമസിക്കുന്നില്ല എന്നുള്ള സ്നേഹക്കൂടുതലുകൊണ്ടുള്ള പരാതിയേ ഉള്ളൂ. ശാന്തിക്ക് അല്ലാതെ വേറെ ഒരു പരാതിയില്ല. ശാന്തിക്ക് കത്ത് വായിച്ചപ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ടല്ലേ കുറച്ച്. ഇത്രയും നല്ല അമ്മച്ചിയെ കിട്ടിയത്. അമ്മച്ചി എന്ത് ഭാഗ്യവതിയാ. ഒരു മരുമോള് പറഞ്ഞ കേട്ടോ അമ്മച്ചിയെ കുറിച്ച്, എന്റെ മരുമക്കളൊക്കെ ഒരു മൈക്കിലൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞെങ്കിലെന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. പറയുമായിരിക്കും. ശാന്തി എന്തായാലും അമ്മച്ചിക്ക് പറയാനുള്ളത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ചേച്ചി പറയട്ടെ അല്ലേ? അതെ അതെ. അമ്മച്ചി, ഈ 12 വർഷത്തിൽ 10 വർഷം ഇളയ മരുമകളുടെ കൂടെ നിൽക്കുന്നത് മൂത്ത മരുമകളോട് എന്തെങ്കിലും ദേഷ്യം, മൂത്ത മരുമകൾക്ക് ദേഷ്യം കൂടുതലുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ല. എന്റെ ഹസ്ബൻഡ് ഉണ്ട്, അത് കുറച്ച് വയസ്സായ ആളാണ്. അപ്പൊ ആ മനുഷ്യനെ നോക്കാതെ ഞാൻ എവിടെയും പോയി നിൽക്കാറില്ല. എന്റെ വീട്ടിൽ പോയാലും ഞാൻ പോയി നിൽക്കാറില്ല. അപ്പൊ അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും കൂടെ ഉള്ളത് ഇളയ മരുമകളാണ്. മോനില്ല ഇവിടെ. അപ്പൊ അതിന് 2 ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ നോക്കണ്ടേ. അപ്പൊ മോൻ എന്നെ ആക്കിയിട്ടാണ് പോയത് കുട്ടികളെ നോക്കാനായിട്ട്. അല്ലെങ്കിൽ അത് അതിന് വീട്ടിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്റെ ഹസ്ബൻഡിനെ നോക്കാനായിട്ടാണ് ഞാൻ എങ്ങും പോകാത്തത്. കൊച്ചു അത് സുഖമില്ലാത്ത ഒരാള്. അല്ല, അമ്മച്ചി ഇപ്പൊ പറയണെന്ന് വെച്ചാല് പിന്നെ ഫുൾ
ഫുൾ ഡേ ഒരു ദിവസം എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മച്ചി മാറി നിൽക്കാറുണ്ട്. അമ്മച്ചി അത് പറയണ്ട. ഞാൻ അല്ല ന്യായീകരിക്കാനല്ല പറയണത്. ഇപ്പൊ എനിക്ക് സങ്കടം എന്ന് വെച്ചാല് എനിക്ക് 2 കുട്ടികളാണ്. മോൾക്ക് 7 വയസ്സ്, പിന്നെ 12 വയസ്സ്. അവര് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നത് എപ്പോഴും അമ്മാമ്മയും കൂടെ വാ, ഞങ്ങളുടെ കൂടെ ഒരു ദിവസം വരില്ല അമ്മച്ചി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അമ്മച്ചി 10 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ചോദിക്കുമ്പോ പറയും, പക്ഷേ പിന്നെ നീനെ മാത്രമല്ലേ, പിള്ളേരൊക്കെ അല്ലേ, അവൻ ഗൾഫിലല്ലേ. എന്നാ അവൻ വന്നാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരു ദിവസമെങ്കിലും വന്ന് എന്റെ കൂടെ, എന്റെ കുട്ടിയുടെ കൂടെ അമ്മച്ചി. അല്ല, അത് ശരിയാ അമ്മച്ചി. മകൻ വരുമ്പോ കുറച്ച് ദിവസം അവരുടെ ചുമതലയിൽ അപ്പച്ചനെയൊക്കെ വിട്ടേച്ച് 2 ദിവസം പോയി നിൽക്കാം. പക്ഷെ സ്നേഹത്തിന് യാതൊരു കുറവില്ല. ഈ അമ്മച്ചി മാതിരി വേറൊരു അമ്മച്ചി എനിക്ക് കിട്ടിയ സത്യം എന്റെ ലൈഫ് പോയി കിട്ടും. കാരണം സ്നേഹക്കുറവ് വരാൻ ഒക്കില്ല മോളെ. അമ്മച്ചി ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അപ്പച്ചൻ വയ്യാത്ത അപ്പച്ചൻ കൂടെ ഉണ്ടെന്നുള്ളത്. അത് ഇല്ല, അപ്പച്ചന് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. അത് അമ്മച്ചി പറയുന്നില്ല. അപ്പച്ചനും അമ്മച്ചിയും കൂടെ വന്ന് നിന്നാലോ? അപ്പച്ചനും പോകൂല മോളെ. അപ്പച്ചൻ തീർച്ചയായിട്ടും എങ്ങും പോകത്തില്ല. അപ്പൊ അത് ഞാൻ പറയാം, അത് ലക്ഷ്മിപ്രിയക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പഴയ കാലത്ത് ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. കാരണം സ്വന്തം അവര് വർഷങ്ങളായിട്ട് താമസിച്ച് നമ്മൾ ഈ കുടുംബ വീടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എല്ലാം കൂടെ എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ അച്ഛനെയും അമ്മയും എന്റെ സഹോദരൻ അമേരിക്കയെ കൊണ്ടുപോകാൻ വലിയൊരു ശ്രമം നടത്തി. ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും പുതിയ അവിടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ തയ്ച്ചു പോയി. 6 മാസം വരില്ല എന്ന് പറഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ, നാളത്തെ ഫ്ലൈറ്റിൽ അച്ഛനും അമ്മയും ഇനി പോരുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റില്ല. അവരുടെ ആ ഒരു പഴയ രീതികളും ആ ചിട്ടകളും അതൊക്കെ തെറ്റിച്ച് മറ്റൊരിടത്ത് പോയി അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച്. മല്ലികാന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ അങ്ങനെ പോകാത്ത ആൾക്കാർക്കാണെങ്കിൽ വിഷമമുണ്ട്. അമ്മച്ചിയുടെ തറവാട് മുഴുവൻ എറണാകുളത്താണ്. തറവാടും ആൾക്കാരും മുഴുവനും സിസ്റ്റേഴ്സ് ബ്രദേഴ്സും എല്ലാം ഇപ്പൊ അമ്മച്ചി ഇവിടെ തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ എറണാകുളത്ത് എന്ത് വിശേഷം വന്നാലും അപ്പച്ചനെ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പച്ചൻ വരാറുണ്ട്. അവിടെ 2 ദിവസം 3 ദിവസം ഒക്കെ താമസിക്കാറുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്കാണ് അത് അമ്മച്ചിയെ വേദനിപ്പിക്കാൻ കൊണ്ടല്ല, ഈ പറയുന്നത് പോലും വേദനിക്കരുതെന്നാണ്. മനസ്സിലായി, സ്നേഹം കൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ വന്ന് നിൽക്കണം എന്നുള്ളതാണല്ലോ, വേറെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യും, കാറിൽ യാത്ര ചെയ്യും, ആൾ അവിടെ പോയി നിൽക്കാറുണ്ട്. ഇപ്പൊ ഒരു അസൗകര്യമുള്ളൂ യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ അടുത്ത കാലത്തായിട്ട്, 1 വർഷത്തിന് താഴെയായിട്ട്. അതിനു മുമ്പേ വരെ എത്ര നാള് എന്റെ ഇളയ കുട്ടി എന്ന് പറഞ്ഞാല് അമ്മച്ചിയുടെ 4 ചെറുമക്കളില്, അതായത് എനിക്ക് 2 കുട്ടികള്, അനിയന് 2 കുട്ടികള്, ഈ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ ഏറ്റവും ഇളയ കുട്ടിക്ക്, മണിക്കുട്ടി എന്ന് പറയുള്ളൂ. അമ്മാമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാം സ്വാർത്ഥരാണ്. അമ്മച്ചി പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എന്റെ ഇളയ കുഞ്ഞ് ജനിച്ച പിന്നെ കാര്യമുള്ളത്, ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് താമസം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും പകല് പോയിരുന്നിട്ട് രാവിലെ, അല്ലെങ്കിൽ അമ്മച്ചി തുണിയും എല്ലാം പെട്ടിയും കുടുക്കൊക്കെ എടുത്ത് പോണ്ടേ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിലും എന്താ പറയാ, കുറച്ചു നേരം കിട്ടിയാൽ പോരാ, ഫുൾ ടൈം ആയിട്ട് വേണം. അല്ല, അങ്ങനെ അടുത്താണ് താമസം. സ്വാർത്ഥരാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം. കേട്ടോ ലക്ഷ്മി, ഞങ്ങളുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തും എന്റെ കൊച്ചുമക്കളെ എറണാകുളത്തുമാണ്. അപ്പൊ ഇങ്ങനെ അടുത്താണെങ്കിൽ വേറെയും ചെയ്യാം. ശാന്തിക്ക് 2 മക്കളെ വേണേ ഒരു അമ്മച്ചിയുടെ വിട്ടേച്ച് ഇരിക്കുകയും ചെയ്യാം. എത്രയോ തവണ കിടന്നിരിക്കുന്നു, ഒരുപാട് തവണ അവിടെ തന്നെ വന്ന് കിടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ചെറിയൊരു ആഗ്രഹമാണ്, നിർബന്ധമായിട്ടല്ല, ഒരു ആഗ്രഹം. എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്. അത് പറ്റില്ല, രാവിലെ പോയി വൈകിട്ട് എല്ലാ ദിവസവും അമ്മച്ചി വരുമ്പോ കുട്ടികൾ എവിടെയാ സ്കൂളിൽ പോണില്ലേ? അവരെ കാണുന്നില്ലേ? ചുമ്മാ അമ്മച്ചി ഇപ്പൊ മിടിക്കുകയായി. അതെ, പാടായി. അങ്ങനെയുള്ള അമ്മായിമ്മമാരുമാണ് നമുക്ക് ആവശ്യം. അമ്മച്ചി പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മച്ചി 2 ദിവസം അപ്പച്ചനെയും കുട്ടിക്കോ, തൊട്ടടുത്തല്ലേ വീട്, ഒരാഴ്ച പ്ലീസ് അമ്മച്ചി. ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഒരാഴ്ച നിന്ന് സന്തോഷായിട്ട് വരണം. ഒരാഴ്ച 2 ആഴ്ച ആകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ ഗ്യാരണ്ടി അല്ല. ഓക്കെ, എന്തായാലും ഇവരുടെ ഈ സ്നേഹ കൂടുതലിന് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, സ്നേഹിച്ചാൽ ആരും തിരിച്ച് സ്നേഹിക്കും. അതുപോലെ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ജീവിതത്തിൽ ആർക്കെങ്കിലും നല്ല കാര്യങ്ങൾ, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റേണ്ടത്. അത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് ആര് സ്നേഹം കൊടുത്താലും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതൊരു ഉപകാരം. അത് അവരുടെ മനസ്സിൽ എന്നെന്നും ഒരു നല്ല ഓർമ്മയായിട്ടിരിക്കും.
ആ നല്ല ഓർമ്മകളാണ് നമ്മളിവിടെ അവശേഷിപ്പിച്ചിട്ട് പോകാനുള്ളത്. എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നത് അമ്മച്ചി തന്നെ ഒന്ന് എഗ്രി ചെയ്യട്ടെ അല്ലേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് ജോസഫൈൻ അമ്മച്ചിയെ വേദിയിലേക്ക് വിളിക്കാം. കണ്ടില്ലേ മിടുക്കി? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? മക്കൾ എപ്പോഴും അമ്മമാരുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ വളരെ അധികം സ്വാർത്ഥരാണ്. നമുക്ക് സ്വത്തോ പണമോ എന്ത് തന്നാലും നമ്മൾ ചിലപ്പോൾ മതി എന്ന് പറയും. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം നമുക്കത് സാധിക്കില്ല. അല്ല, അതുപോലെ തന്നെയാണ് അമ്മമാരും. മക്കളുടെ സ്നേഹത്തിന് ഭയങ്കര സ്വാർത്ഥരാണ് അമ്മമാരും. അതുകൂടെ പറയണം. മക്കൾ എപ്പോഴും അമ്മമാരുടെ സ്നേഹം തിരിച്ചും പറയണം. അതുപോലെ തന്നെ തിരിച്ചും ശരിയാണ് പറഞ്ഞത്. അമ്മമാരെ നോക്കാത്ത മക്കളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും ഒരുപാടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ കത്തുകളുടെയും ഇങ്ങനത്തെ മനസ്സ് തുറക്കലുകളുടെയും ഒക്കെ ആവശ്യമുള്ളത്. ഒരു ചെറിയ കാര്യം അല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. ശരി അമ്മച്ചി, കാണാം. തീർച്ചയായിട്ടും സാധിച്ചു. ഓക്കെ. ബ്യൂട്ടി മാർഗോഡ് അമ്മ അമ്മായി അമ്മയിൽ ഒരു ഹൃദയം തുറക്കലിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോസിപ്പ് കോർണറാണ്. ഗോസിപ്പ് പറയാനായിട്ട് വരാൻ പോകുന്നത് ശാരദാമ്മയും സുന്ദരി അമ്മയുമാണ്. നമുക്ക് നോക്കാം അവരുടെ ഗോസിപ്പ് എന്താണെന്ന് അല്ലെ. നമുക്ക് അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ശാരദാമ്മ ആൻഡ് സുന്ദരി അമ്മ. ശാരദാമ്മേ, മരുമോളെ കുറിച്ചിട്ടാണോ ഗോസിപ്പ്? അതെ, ആ ചിരിയിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ സുന്ദരിയമ്മയോട് ചോദിക്കട്ടെ, എന്താണ് മരുമോളെ കുറിച്ചാണോ? കുറച്ച് പറയാനുണ്ട്. കുറച്ച് പറയാനുണ്ട്. മരുമോളെ കുറിച്ച് തന്നെയാണ്. തന്നെ പണി കിട്ടി. എന്തായാലും നമുക്ക് ഗോസിപ്പ് കേൾക്കാം. ഓക്കെ. നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോവാൻ ഒക്കെ നല്ല സൗകര്യം അമ്പലത്തിൽ പോകാനുള്ള സമയമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് മാർക്കറ്റിന്റെ പേരും പറഞ്ഞിട്ട് അമ്പലത്തിലോട്ട് കൂടെ ഒന്ന് കയറുന്നുണ്ട്. അതുകൊണ്ടൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാല് ജോലിയുടെ കൂടുതലാ. പിന്നെ മക്കളുടെ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ എവിടെയാ നമുക്ക് സമയം? പിന്നെ നേരെ ഇരുട്ടുന്ന ഒരു അടുക്കളയിലാണല്ലോ. പിന്നെ മക്കളൊക്കെ സുഖം, നല്ല മക്കളാണോ? മക്കള് സുഖം തന്നെ. ഒരു മോനേ ഉള്ളൂ. മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നത്തെ കാര്യം പറയണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞാ പിന്നെ മക്കള് ഭാര്യ മോനും തന്നെയല്ലേ. അതുവരെയുള്ള മോനും ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ അവളെ തന്നെയാ നോക്കുന്നത്. ഉണ്ടാക്കി തരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലത്ത് അല്ലേ നമ്മൾക്ക് അതൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ സാമ്പാർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മീൻകറി വെക്കുക, ഇറച്ചി ഉണ്ടാക്കൂ. എനിക്കാണെങ്കിൽ ഇപ്പൊ അതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിയണം എന്നുള്ളൊരാഗ്രഹം എനിക്കുള്ളൂ. എന്താ ചെയ്യാനാ? അമ്മയുടെ മനസ്സറിയുന്ന മകളല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്നും പറയണ്ട. അല്ല, എന്നാലും അമ്മയുടെ മനസ്സറിയുന്ന മോളല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ? അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയും ദേഷ്യവും. എന്റെ വീട്ടിലെ കഥയാണെങ്കിലേ എന്റെ മരുമകള് ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം കണ്ടുപിടിക്കാനേ സമയമുള്ളൂ. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്നില്ല. അടുക്കളയിൽ ആളുണ്ടോ അതുമില്ല. ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തും. ഒരു നേരം ആഹാരം അടുക്കളയിൽ നിൽക്കുന്നതാ, ഒരു നേരം കഴിച്ചോന്ന് പോലും കേൾക്കത്തില്ല. എന്നാലേ ചായ ഇട്ടല്ലത് ഏതെങ്കിലും ഫ്രണ്ട്സ് വരുമ്പോൾ അങ്ങ് എടുത്തോണ്ട് പോകും. അമ്മ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നൊന്നും ചോദിക്കില്ല. ആ ഇട്ട് വയ്ക്കുന്നത് തന്നെ അങ്ങ് എടുത്തോണ്ട് പോകും. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കൊണ്ടൊന്ന് മുഖത്തൊഴിച്ചിട്ട് പറയും മുഖത്തും കറുത്തും എടുത്ത് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് എന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്നില്ല, പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മധുരമില്ല, അതിൽ തേയിലയില്ല, ഇങ്ങനെ ഓരോ കുറ്റവും പറയും. എനിക്കൊന്ന് കുടിക്കാൻ കിട്ടും, എന്നിട്ടാണോ കൊണ്ടുപോകുന്നത്? അതുമല്ല. എന്നാൽ ഈ പഴി മുഴുവനും കേൾക്കുന്നു. ശരി, മകൻ വന്നാലേ ആഹാരങ്ങൾ വിളമ്പി വയ്ക്കുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ മകന് ആഹാരം സമയത്തിന് കൊടുത്തില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറ്റം പറത്തില്ല. കരയണ്ട. എന്റെ വീട്ടിലത്തെ കാര്യമാണെങ്കിൽ രാവിലെ പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങും. കുട്ടികളെ സ്കൂളാക്കിയിട്ട് ആ വഴിക്ക് പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങും. ചുരിദാറോ ജീൻസ് പാന്റ് ഷർട്ട് ഇതൊക്കെ ഇടുക. എന്റെ ഇതൊക്കെ കണ്ടോതാ, ഒരു കൊല്ലം 2 കൊല്ലൊക്കെ പിന്നെ കീറി ഒരു ഡ്രസ്സ് പോലും സാരിയോ ഒരു സെറ്റുമുണ്ടെങ്കിലും ഒന്ന് വാങ്ങിത്തരണ്ടേ? ഒന്നും ചെയ്യൂല. ഞാൻ ഈ കീറിയത് മോനോട് പറയണം എന്നൊക്കെ ഉണ്ട്. മോനോട് പറഞ്ഞ
പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവള് തലേ കയറിയിട്ട് തള്ളയ്ക്ക് ഇനിയിപ്പോ എന്തിനാ അതൊക്കെ എന്നും ചോദിച്ചിട്ട് തലേ കയറി ചെയ്യാൻ ഞാൻ പിന്നെ മോനെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഓണത്തിന് എന്തിനു ചോദിക്കണം, അവര് കണ്ടറിഞ്ഞിട്ട് നമുക്ക് ചെയ്തു തരണ്ടല്ലേ, വയസ്സായ ആൾക്കാരല്ലേ, മോനത് കാണണ്ടേ. എനിക്കാണെങ്കിലേ ഞാൻ ഈ ഡ്രസ് എടുത്ത് തന്നത് മകളാ, ഞാൻ ചോദിക്കത്തേയില്ല. നല്ല രസമുണ്ടല്ലോ, അറിയാൻ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? നല്ല ഭംഗിയുണ്ട് മോള് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്, എല്ലാം പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. എന്തൊക്കെ വിശേഷം? മകളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം. ഇപ്പൊ നല്ലൊരു പടം വന്നിട്ടുണ്ട്, പണ്ട് നമ്മൾ കണ്ടിരുന്നതല്ലേ പഴയ പടങ്ങളൊക്കെ. സുകുമാരി അമ്മ ശ്രീകൃഷ്ണന്റെ ഒരു ഭക്തകുചേല, ആ പടം ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസം കൂടി ചോദിക്കുന്നത് എന്നെ വിടത്തില്ല. എനിക്ക് ഈശ്വരന്റെ പടം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പിന്നെ ആരോട് പറയാൻ തന്നെ താനും ഇങ്ങനെ അടുക്കള നിന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ കാണിക്കുന്ന എല്ലാം പ്രയാസം പിടിച്ച കാര്യം എല്ലാം മക്കളോട് പറയാൻ പറയല്ലേ, സങ്കടപ്പെട്ടു. അല്ല, എല്ലാ മക്കളോട് പറയാൻ പറ്റത്തില്ലേ, ടിവിയിൽ കണ്ടുകൂടെ? TV കാണാൻ പറ്റത്തില്ല. ഒരു TV ഉണ്ട് മകളെടുത്ത് വെച്ച് എങ്ങനെ ഇരിക്കും. ഒരു സകലം കുറച്ചു നേരം നീ എനിക്കൊന്ന് മാറിത്താന്ന് പറഞ്ഞാൽ തരത്തില്ല. എന്തോ ചെയ്യാനാ, മോനോട് വേറെ TV വെച്ചാന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും വിഷമമാ. കരയണ്ട പോവായിരിക്കും, ചായ എടുക്കട്ടെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവായിരിക്കും. സമയമില്ല. പിന്നെ കുറച്ച് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ, കുറച്ച് പച്ചക്കറിയും മത്സ്യം. മാർക്കറ്റിലൊക്കെ പോയിട്ടാണോ അമ്പലത്തിൽ പോയിട്ട് വരുന്നത്? അമ്പലത്തിൽ കയറി എല്ലാം ചെയ്യണോ? എല്ലാം ചെയ്യണം. എന്തോ ചെയ്യാനാ, അതിനുമ്പ് അമ്പലത്തിലൊന്നും കയറിയിട്ടാ മാർക്കറ്റിൽ പോയത്. ചായ കുടിച്ചിട്ട് പോവായിരിക്കും. വേണ്ട, സമയമില്ല, വരട്ടെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചാടിക്കും എന്നെ. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതൊക്കെ സത്യമാണോ, ഈ അനുഭവിച്ച കാര്യങ്ങളൊക്കെ? സത്യമാണെന്ന് എല്ലായിടത്തും നിരക്കെ നടക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കാൾ അമ്മയ്ക്ക് ഇതൊക്കെ അനുഭവമാണോ? ഇങ്ങനെ തന്നെയാണോ അമ്മയുടെ വീട്ടിലെ അവസ്ഥ? ഇത് തന്നെയാണോ? സിനിമ കാണാൻ സമ്മതിക്കില്ല? കുറച്ചൊക്കെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല. 3 TV ഉണ്ട് വീട്ടില്. ആണോ? 3 TV ഉണ്ട്. അതിൽ ഒരു TV അമ്മയ്ക്ക് കണ്ടൂടെ? കാണാൻ പറ്റും, പക്ഷെ സമയം കിട്ടാറില്ല. അതെന്താ സമയം കിട്ടാത്തത്? ജോലി ഉണ്ടായിരുന്നു, കുറച്ച് മക്കള് പ്രായപൂർത്തിയായപ്പം ആ ജോലി വേണ്ടെന്ന് വെച്ചു. ഓക്കെ, പ്രായപൂർത്തിയായ മക്കൾക്ക് ഇനി എന്താണ് അമ്മ ചെയ്തു കൊടുക്കേണ്ടത്? അമ്മയുടെ ഇഷ്ടത്തിന് TV കാണോ, അമ്പലത്തിൽ പോവോ, എന്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരി മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തൂടെ? അല്ല, മിക്കവാറും ഞാൻ അടുക്കളയിൽ കയറുന്ന മക്കൾക്ക് ബാക്കി രുചിയായിട്ട് കൊടുക്കണമെങ്കിൽ അമ്മ കയറിയാലേ പറ്റത്തുള്ളൂ. സത്യമാ, സത്യം. അതിനോട് ഞാനും യോജിക്കുന്നു. ചിലപ്പോൾ ശരിയായിരിക്കും. ഇവരൊക്കെ പഠിച്ചു വരണ്ടേ? അമ്മയുടെ കൈപ്പുണ്യൊന്നും പുതിയ കുട്ടികൾക്കൊന്നും കാണില്ലല്ലോ. മക്കള് പറഞ്ഞു കൊടുക്കണം, അമ്മ ഇനിയൊക്കെ കുറച്ച് അവള് ചെയ്ത് പഠിക്കട്ടെ, അവളെല്ലാം ചെയ്തുകൊണ്ട് വരട്ടെ, അമ്മ വാ വന്നിരിക്കുക, നമുക്ക് ഊണ് കഴിക്കാം, അവള് വിളമ്പട്ടെ എന്ന് പറയേണ്ടത് മക്കളാണ്. എന്തിനാ മരുമക്കളെ പറയുന്നത്? നമ്മൾ എത്ര തന്നെ ആയാലും ഒരു കുടുംബത്തില് 3 മക്കളും ഒരു പെൺകുട്ടിയുണ്ട്, കല്യാണം കഴിച്ച് അയച്ചതാ. സത്യം പറഞ്ഞാൽ ഈ ഏത് ദൈവത്തിനെ വിശ്വസിച്ചാലും ആ ദൈവത്തിന്റെ പേരിൽ പറയാ, എന്ത് ചെയ്താലും ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു തൃപ്തിയാ. കുടുംബത്തിൽ കൂടെ വന്നു നിന്ന് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുന്നതിന്റെ ഒരു സംതൃപ്തി ഈ മോക്ക് പോലും ഉണ്ട്. അമ്മ വെക്കട്ടെ, ആ നേരം കുഞ്ഞിനെ വെച്ചോണ്ട് ഇച്ചിരി ഇരിക്കാലോ എന്ന് ഇവര് വരെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നതിനകത്ത് ഒരു നുണയില്ലെന്ന് എനിക്ക് ഞാൻ അതില് അതിർത്തി കാണിക്കത്തില്ല. എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ ഞാൻ പോലും കഴിക്കാൻ പോകത്തില്ല അവരുടെ കൂടെ. അവരെല്ലാരും കഴിപ്പിച്ച് സന്തോഷപ്പെടുത്തിയതിന് ശേഷം മാത്രം ഒരു ചെറിയ പാത്രത്തിൽ ചോറും കൊണ്ട് വെച്ചിട്ട് അവരുടെ മുമ്പേ ഇരുന്ന് കഴിക്കും. കഴിച്ചില്ല എന്ന് അത് എനിക്ക് കഴിക്കണമെന്നില്ല. അവരെ കഴിപ്പിച്ചപ്പോ എനിക്ക് വയറ് നിറഞ്ഞു. അപ്പോൾ അവര് പറയും അമ്മ കഴിക്കുന്നില്ലല്ലോ, അമ്മ കഴി അവരുടെ ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ കുറച്ച് ചോറും കൊണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നത്. സത്യം. ഇനി നമുക്ക് നമ്മുടെ ശാരദാമ്മയുടെ വിശേഷങ്ങളെ ചോദിക്കാം. അമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ? തീരെ സത്യമല്ല. തീരെ സത്യമല്ല. സാരി ഓണത്തിനൊക്കെ സാരി അവള് തന്നെ പോയിട്ട് വാങ്ങിക്കൊണ്ടു തന്നെ. ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല, കൊണ്ടു തന്നതിന് ശേഷം ഞാൻ അറിയുന്നത്. ഞാൻ അവർ രണ്ടുപേരും സംസാരിക്കുമ്പം ഈ മരുമക്കളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ വയ്യ. രണ്ടുപേരും ചിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പറയുന്നത് കള്ളമാണെന്ന് അവർക്കറിയാം. സത്യമായിട്ട് ഒന്നും പറയുന്നില്ല എന്നുള്ളതും അവരുടെ എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ രണ്ടുപേരും ചിരിച്ചിട്ട് അവർക്ക് മതിയായിരുന്നില്ല. തീർന്നിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പറയാൻ. അതേമാതിരി അമ്മ, ശാരദ അമ്മ
അമ്മ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ കള്ളം പറയുമ്പോഴും അമ്മയുടെ ചിരി മാറിയിട്ടില്ല. രണ്ടുപേരും അവരുടെ കാര്യമല്ല പറഞ്ഞതെങ്കിലും നമ്മളാരും കാണാത്തതോ കേൾക്കാത്തതോ ആയ കാര്യങ്ങളൊന്നും രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. TV കാണാൻ വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മമാര് സ്വമേധയാ പിൻവാങ്ങും. എന്നാ കുറച്ച് കഴിയട്ടെ, അവര് കണ്ട് എഴുന്നേറ്റ് പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ അതൊക്കെ വെച്ചോണ്ടുള്ള ചില നിഗമനങ്ങൾ സുന്ദരിയമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ. ശാരദാമ്മയെ അതുപോലെ തന്നെയാണ് പറഞ്ഞത്. കീറിയ സാരി കണ്ട അവര് നല്ലൊരു വാചകം പറഞ്ഞു. എന്നാ പറയാറുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പറയണോ, കണ്ടും കേട്ടും ഒക്കെ ഈ മക്കൾക്ക് ചെയ്തുകൂടെ. അതൊരു സത്യം. ഒരു മക്കളോടും മരുമക്കളോടും ഒരു അമ്മായിയമ്മയ്ക്കോ അല്ല ഒരു അമ്മയ്ക്കോ പറയേണ്ട കാര്യമില്ല. നല്ല മനസ്സിന്റെ ഉടമകളാണെങ്കിൽ അവർക്ക് തന്നെ കണ്ടു അറിഞ്ഞോ. അല്ലാതെ ഇപ്പൊ ഒന്നും അറിയാൻ വയ്യാത്ത മക്കളും മരുമക്കളൊന്നും അല്ലോ ഈ കൂടെ താമസിക്കുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ അവരും അറിഞ്ഞൊക്കെ ചെയ്യുക. അതൊരു നല്ല വാചകമായിരുന്നു. നന്നായിരുന്നു അമ്മ, നന്നായിരുന്നു. നമുക്ക് ഇതിനെപ്പറ്റി വിനീതയ്ക്കും ഔഷിമയ്ക്കും എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. വിനീത, അമ്മ പറഞ്ഞ എല്ലാം സത്യമൊന്നുമല്ല. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ നിർബന്ധങ്ങൾ, അമ്മയ്ക്കും മക്കൾക്ക് കൊടുക്കണമെന്ന് അമ്മ തന്നെയാണ് വാശി പിടിക്കുന്നത്. ഔഷിമ, അമ്മ ഇവിടെ വന്ന് ഇരുന്നത് മുതൽക്ക് പറഞ്ഞ ഡയലോഗ് മൊത്തം കളവാണ്. ഒരു കാര്യം പോലും സത്യമല്ല പറഞ്ഞത്. അത് പക്ഷെ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ടേ കരുതുന്നുള്ളൂ. ഒരിക്കലും എന്നെ അമ്മ അങ്ങനെ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്കറിയാം. ശരി 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 ശരി. ഇനി നമുക്ക് ഡോക്ടറിന്റെ അഭിപ്രായത്തിലേക്ക് പോവാം. ഈ ഗോസിപ്പിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മക്കൾ വളർന്നു കഴിഞ്ഞാലും അവരെ ഇൻഡിപെൻഡന്റ് ആക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അത് അമ്മമാരുടെ ഒരു തെറ്റ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. സ്നേഹം കാണും, നമ്മൾ മക്കള് രുചികരമായിട്ട് കഴിക്കണമെന്ന് കാണും. പക്ഷെ അതൊരു വലിയ കാര്യമല്ല. കുറച്ച് രുചി കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കേണ്ട ഒരു ചുമതല എല്ലാ അമ്മമാർക്കും ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവസാനം നമ്മൾ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ പറയാനും പാടില്ല. അത് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. അവരെല്ലാം ചെയ്യും, എന്നിട്ട് അവസാനം പറയും ഞാനെല്ലാം സഹിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സുഖവും അനുഭവിച്ചില്ല. അത് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സുഖമില്ലെങ്കിലും അങ്ങനെ തന്നെ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിന് നമ്മൾ കുറച്ച് പ്രാധാന്യം കൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. അപ്പൊ നമുക്ക് ഗോസിപ്പ് കോർണറിലെ മാർക്സിലേക്ക് പോവാം. മല്ലിക മാം. സുന്ദരിയമ്മ 25 out of 40. ഓക്കെ. ശാരദാമ്മയ്ക്ക് 25 out of 40. 25. രണ്ടുപേർക്കും 25 മാർക്ക് വീതമുണ്ട്. സുമാരിയമ്മ അതേ തന്നെയാണ്. ശാരദാമ്മയ്ക്കും അമ്മയ്ക്കും 25. ഓക്കെ. 50 മാർക്കായിരിക്കുന്നു. നമുക്ക് ലതാ മാമിനോട് ചോദിക്കാം. സുന്ദരി അമ്മയ്ക്ക് 12 out of 20, ശാരദ പണിക്കർക്ക് 10 out of 20. താങ്ക് യു. അപ്പോ ശാരദാമ്മയ്ക്ക് 60 മാർക്കും സുന്ദരി അമ്മയ്ക്ക് 62 മാർക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും മനോഹരമായ പെർഫോമൻസുമായി വരാൻ സാധിക്കട്ടെ. അമ്മായിയമ്മ ഒരു സ്വപ്നമല്ല. ഈ അമ്മായിയമ്മമാരും മരുമക്കളും കേവലം മത്സരാർത്ഥികളുമല്ല. ഇവിടെ അന്തിമ വിജയം ആർക്കുമാവട്ടെ, ഇവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ വിജയിച്ചവർ തന്നെയാണ്. പുതുമയാർന്ന കുറച്ചധികം നല്ല പെർഫോമൻസുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നമ്മളുടെ സ്വന്തം ബ്യൂട്ടിമാർ ഗോൾഡ് അമ്മായിയമ്മയിലൂടെ. അതുവരെ കാത്തിരിക്കുക. ശുഭരാത്രി.